വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൗലിക നവനീത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നവരാത്രി സ്പെഷ്യലായിട്ട് ഓട്ടടയാണ്. ഓട്ടട ഉണ്ടാക്കുന്നത് മിക്കവാറുമുള്ള വീടുകളിൽ ഉള്ളവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഓട്ടട ഉണ്ടാക്കണതെന്ന് നിങ്ങളൊന്ന് കാണുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും തരിക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തേക്കുന്നതെന്നും ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ 6-7 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള അരിപ്പൊടി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിത് കുറച്ച് മാവ് മാത്രം എടുത്തത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഉണക്കമുന്തിരിങ്ങയും തേങ്ങയും പഴം ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ചൂടുവെള്ളവുമാണ് ഞാനിതിന് വേണ്ടി എടുത്തേക്കുന്നത്. പിന്നെ ഈ മാവിലേക്ക് ഞാൻ 2 പഴം ചേർക്കുന്നുണ്ട്. കാരണം വെള്ളത്തിൻ്റെ അംശം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയാണ് 2 പഴം ചേർക്കുന്നത്. ഇതിൽ പിന്നെ ഉപ്പൊന്നും ചേർക്കില്ല, പഞ്ചസാര മാത്രമേ ഇതിനകത്തേക്ക് ചേർക്കുകയുള്ളൂ. നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി ഈ പഴം ഇടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ അങ്ങ് വെള്ളത്തിൻ്റെ അംശം കൂടും. ഞാനത് നല്ല വൃത്തിയായി ഒന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. ഇത് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇലയിലേക്ക് പരത്തി ഓട്ടടയായി പരത്തിയെടുക്കാമെല്ലാം. പഞ്ചസാരയെല്ലാം തേങ്ങയിലേക്ക് തട്ടിയിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് ഇലയിലേക്ക് പരത്താം. തേങ്ങയും മുന്തിരിങ്ങയും പഞ്ചസാര എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്താലേ നമ്മൾ പരത്തി വെക്കുമ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ഇത് ചൂടുവെള്ളം ഞാൻ ഗ്ലാസ്സിലിരുന്നത് കുറച്ച് കിണ്ണത്തിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അത് വെച്ചാണ് ഞാൻ തൊട്ട് അതിനകത്തേക്ക് പരത്തുന്നത്. കാരണം ഇത് പരന്ന് വരാൻ അരിമാവായതുകൊണ്ട് നമ്മൾ വെള്ളം തൊട്ട് നനച്ചെങ്കിലേ നല്ല രീതിയിൽ പരന്ന് കിട്ടത്തുള്ളൂ. ഞാൻ ആവശ്യമായ തേങ്ങ അതിനകത്തേക്ക് ചേർത്തിട്ട് 2-3 കഷ്ണം പഴം അതിനകത്തേക്ക് വെച്ച് മടക്കും. ഇങ്ങനെയാണ് കഴിക്കുവാൻ വേണ്ടി നമ്മൾ ഓട്ടട ഉണ്ടാക്കണത്. ഇവിടെ എളുപ്പം ഉണ്ടാക്കണം. ഇത് ഞങ്ങൾ ഗോതമ്പ് വെച്ചും ഉണ്ടാക്കാറുണ്ട്, അരിമാവ് വെച്ചും ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ നവരാത്രി ആയതുകൊണ്ടാണ് അരിമാവ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാനിതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്, ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് ഉരുളി വെച്ച് നമുക്ക് അതിനകത്തേക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിനകത്ത് എണ്ണയോ മറ്റൊന്നും ചേർക്കില്ല. ഉരുളി ചൂടായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഞാനിത് വെച്ച് കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ ഇത് അതിനകത്തേക്ക് വെച്ച് നല്ല രീതിയിൽ ഒരു വശം മൂത്ത് വരുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഒരു ഭാഗം മൂത്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ 2 സൈഡ് നല്ല രീതിയിൽ വെന്ത് കിട്ടത്തുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ അട നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വെക്കുന്നത്. അതിൽ മധുരം ചേർക്കാറില്ല. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഗണപതി ഒരുക്കിനൊപ്പം അട ഇങ്ങനെ എടുത്ത് വെക്കും. അപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇല ഇളകി വരുന്ന കണ്ടില്ലേ? അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഈ പരുവത്തിലാണ് കിട്ടിയത്. അപ്പോൾ ഞാനിതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അട ഇതിവിടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇരുമ്പേട്ടിലൊക്കെ ചുട്ടെടുക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഓട്ടടയെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് ആവിയിൽ വേവിക്കുമ്പോൾ ഇത് ഓട്ടട ആവില്ലല്ലോ, അത് ഇലയപ്പവും അങ്ങനെയൊക്കെയാണ് പേര് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ വേഗം ചുട്ടെടുക്കുന്നതുകൊണ്ടാണ്. ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇത് നവരാത്രിക്ക് മാത്രമല്ല, മിക്കവാറുള്ള ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അവസാനമേ സബ്സ്ക്രൈബ് ചെയ്യാവൂ. ഫുള്ളായിട്ട് വീഡിയോ കാണുകയും വേണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.